ഹൃദ്രോഗവും ക്യാൻസറും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കിടപ്പ് രോഗികളാക്കുകയും മരണത്തിനടിമകളാക്കുകയും ചെയ്യുന്ന ഒരു അസുഖത്തിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ട്രോക്ക് എന്താണ്, എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നൂതന ചികിത്സകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, MBBS MD, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, ആശ ഹോസ്പിറ്റൽ, വടകര. സ്ട്രോക്ക് രണ്ട് തരത്തിലാണ്. യൂഷ്വലി ഫസ്റ്റ് നമ്മൾ കാണുന്നത് മെജോറിറ്റി പേഷ്യൻസും തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ അടപ്പ് വരികയും എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ അടപ്പ് വരുമ്പോൾ നമ്മൾ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോവുകയും അതിനനുബന്ധിച്ച് നമുക്ക് കൈ കാൽ ചിലപ്പോൾ തളർന്നു പോവുകയോ നമുക്ക് സംസാരശേഷി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഇസ്കീമിക് സ്ട്രോക്ക്, അതാണ് മോസ്റ്റ് കോമൺ, അതായത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഇസ്കീമിക് സ്ട്രോക്ക്. രണ്ടാമത്തെ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ എന്തെങ്കിലും ഡാമേജ് പറ്റുകയോ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടുകയോ ചെയ്യുമ്പോൾ രക്തസ്രാവം തലയോട്ടിക്കുള്ളിൽ കൂടുമ്പോൾ നമുക്ക് വരുന്ന ഒരു തരം സ്ട്രോക്കാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്നുള്ളത്. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾക്ക് കണ്ടുപിടിക്കാനായി WHO ഗൈഡ് ലൈൻസ് പറഞ്ഞേക്കുന്നത് ഫാസ്റ്റ് എന്നൊരു നിമോണിക്കാണ്. ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എഫ് എന്ന് വെച്ചാൽ ഫേസിൽ മുഖം ഒരു ഭാഗത്ത് കോടിപ്പോവുകയോ ചെറി കോടിപ്പോവുകയോ സംസാരിക ശേഷി നഷ്ടപ്പെടുകയോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഭക്ഷണം ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നതോ ഒക്കെ ചെയ്യുന്നതാണ് ഫേസ് ഡീവിയേഷൻ അഥവാ ഫാസ്റ്റിലെ എഫ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് വരുന്നത് ആം എന്ന് വെച്ചാൽ കൈ ഇല്ലെങ്കിൽ കാൽ, ഒരു സൈഡ് കൈ തളർന്നു പോവുകയോ കാലിന് ശക്തി കുറവ് തോന്നുക, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ കൈ ബലഹീനമായി പോവുക, അങ്ങനെയൊക്കെയാണ് ആം എന്ന് പറഞ്ഞാൽ അടുത്തത് വരുന്നത് എസ് എന്ന് വെച്ചാൽ സ്പീച്ച്, നമ്മളെ സംസാരശേഷി നഷ്ടപ്പെടുകയോ നമുക്ക് പേഷ്യൻ്റ് സംസാരിക്കുമ്പോൾ തപ്പലോ തടവലോ വരിക, അവർ പറയുന്നത് നമ്മൾക്ക് മനസ്സിലാവാതിരിക്കുകയോ അവർ സംസാരിക്കുമ്പോൾ നാക്ക് കുഴഞ്ഞു പോകുന്നതോ തോന്നുകയാണെങ്കിൽ അതൊരു ലക്ഷണമായിട്ട് കാണാം. നെക്സ്റ്റ് പറയുന്നത് ടി എന്ന് വെച്ചാൽ ടൈം, ഫാസ്റ്റിൽ ടി എന്ന് വെച്ചാൽ ടൈം എന്ന് വെച്ചാൽ ഈ FAS എന്ന ലക്ഷണങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോകേണ്ടതാണ് എന്നാണ് നമ്മൾ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ന്യൂറോളജിസ്റ്റിൻ്റെ ഇടയിലുള്ള സംസാരം എന്താ വെച്ചാൽ ടൈം ഈസ് ന്യൂറോൺ, ടൈം ഈസ് ബ്രെയിൻ എന്നാണ്. നമ്മൾ ഓരോ മിനിറ്റ് നഷ്ടപ്പെടുത്തുമ്പോഴും തലച്ചോറിലേക്കുള്ള കോശങ്ങൾ നശിച്ചു പോവുകയും നമുക്ക് വരുന്ന ഡിസബിലിറ്റിയുടെ സിവിയറിറ്റി കൂടി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതാണ് ഫാസ്റ്റ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫാസ്റ്റ് എന്നത് മാത്രമല്ല, ബി ഫാസ്റ്റ് എന്നതാണ് പുതിയ ഒരു നിമോണിക്. എന്ന് വെച്ചാൽ ബി ഫാസ്റ്റ് എന്ന് വെച്ചാൽ ബി എന്ന് വെച്ചാൽ ബാലൻസ്. പേഷ്യൻറ്റിന് ഈ ഫാസ്റ്റ് എന്ന ലക്ഷണത്തിൻ്റെ കൂടെ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ വരികയാണ്. സഡൻലി പെട്ടെന്ന് നിൽക്കുന്ന പേഷ്യൻ്റ് ഒരു സൈഡിലേക്ക് ബാലൻസ് നഷ്ടപ്പെടുക, നടക്കുമ്പോൾ ഒരു സൈഡ് തള്ളി പോവുക എന്നൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണമായി എടുക്കാം. ബിയിലെ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്, പെട്ടെന്ന് ഒരു സൈഡ് കണ്ണ് ഒരു സൈഡിലേക്ക് മാറ്റാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം പേഷ്യൻ്റ് നോക്കുകയോ ചെയ്യുക, ഇല്ലെങ്കിൽ കണ്ണിന് ജെർക്കി മൂവ്മെൻറ്റ്സ് വരിക, ഇല്ലെങ്കിൽ കണ്ണ് ഒരു സൈഡ് ഫോക്കസ് ചെയ്ത് വെക്കാൻ പറ്റാതിരിക്കുക. ഈ ലക്ഷണങ്ങൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണമായി എടുക്കാം. സ്ട്രോക്കിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇസ്കീമിക് സ്ട്രോക്കാണ്. അതായത് രക്തക്കുഴലിലേക്കുള്ള അടപ്പ് വരികയും തലച്ചോറിലേക്കുള്ള കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നതാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ഒരു 4.5 മണിക്കൂറിനുള്ളിൽ നമ്മളെടുത്ത് വരികയാണെങ്കിൽ നമുക്ക് RTPA അഥവാ റീകോമ്പിനൻറ്റ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഒരു ഇഞ്ചക്ഷനാണ്. ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ രക്തക്കുഴലുണ്ടായ അടപ്പുകളൊക്കെ നമുക്ക് ഉടനെ തന്നെ മാറ്റാവുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ടൈം എന്നത് 4.5 മണിക്കൂറിനുള്ളിൽ പേഷ്യൻ്റ് നമ്മളെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ സൈഡിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പറ്റുക. കാരണം അതിനുശേഷം നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മരുന്നിന് എഫക്റ്റ് ഇല്ലാതെയും വരും. കാരണം കോശങ്ങൾ അധികമായി നശിച്ചു പോകുമ്പോൾ അതിൻ്റെ റിക്കവറി ചാൻസസും വളരെ കുറവാണ്. ഈ ചികിത്സ നമുക്കിവിടെ ആശ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻ്റ് 4.5 മണിക്കൂർ തൊട്ട് 6 മണിക്കൂറിൻ്റെ ഗ്യാപ്പിലാണ് നമ്മുടെ സൈഡിൽ പേഷ്യൻ്റ് വരുന്നത്. അഥവാ കുറച്ച് ഡിസ്റ്റൻസ് നിന്ന് വരുന്ന പേഷ്യൻ്റാണ്, ഹോസ്പിറ്റൽ അടുത്തൊന്നും ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സൈഡിൽ പേഷ്യൻ്റ് വരുവാണെങ്കിൽ ചെറിയ രക്തക്കുഴലിലെ അടപ്പല്ല, വലിയൊരു രക്തക്കുഴലിലെ അടപ്പാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഒരു ന്യൂറോ സർജൻ്റെ സഹായത്തോടെ അല്ല വാസ്കുലർ സർജൻ്റെ സഹായത്തോടെ നമുക്ക് രക്തക്കുഴലിലേക്ക് കയറി ചെന്ന് ഒരു സ്റ്റെൻറ്റ് വഴി ആ ക്ലോട്ട് നമുക്ക് എടുത്ത് പേഷ്യൻറ്റിന്
കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമറാജിക് സ്ട്രോക്കാണ്. ഹെമറാജിക് സ്ട്രോക്ക് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ രക്തക്കുഴലിലെ ഡാമേജ് പറ്റുകയും രക്തക്കുഴൽ പൊട്ടുകയോ ചെയ്ത് തലച്ചോറിലേക്കുള്ള രക്തസ്രാവം കൂടുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ന്യൂറോ സർജറിയുടെ സഹായത്താൽ തലയോട്ടിയിലേക്ക് നമുക്കൊരു ചെറിയ ഹോൾ ഇട്ട് തലച്ചോറിലേക്കുള്ള പ്രഷർ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ രക്തം കട്ടിയാവാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്താൽ ആ സ്ട്രോക്കിന് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. സ്ട്രോക്കിൻ്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ പേഷ്യൻറ്റിന് കട്ടയാവാതിരിക്കാനുള്ള മരുന്നുകളായ ആസ്പിരിൻ, കൊളസ്ട്രോളിൻ്റെ ഗുളികയായ എല്ലാം അറ്റോർവാസ്റ്റാറ്റിൻ എന്ന ഗുളികകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ചെയ്യാനാണ് യൂഷ്വലി നമ്മൾ പറയാറുള്ളത്. ഹെമറേജിക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതശൈലികൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ മാനേജ്മെൻറ്റ്, അത് രക്തം അധികം രക്തക്കുഴലിന് ഡാമേജ് പറ്റാതിരിക്കാനുള്ള മരുന്നുകൾ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് പേഷ്യൻറ്റിന് കൊണ്ടുവരാവുന്നതാണ്. ഇത് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളെ ജീവിതശൈലി രോഗങ്ങളാണ് സ്ട്രോക്കിന് മെയിൻ കാരണം. അമിതമായ മദ്യപാനം, അമിതമായ പുകവലി, ബ്ലഡ് പ്രഷർ കൺട്രോൾ ഇല്ലാതിരിക്കുക, ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആവുക, ബ്ലഡ് ഷുഗറിന് തീരെ കൺട്രോൾ ഇല്ലാതിരിക്കുകയും അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമുക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് അധികമായിട്ട്. പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ട ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉടൻ തന്നെ നമ്മൾ പോകേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ടൈം ഈസ് ബ്രെയിൻ, ടൈം ഈസ് ന്യൂറോൺ. അതുകൊണ്ട് നമുക്ക് തീരെ സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല. ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ പോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. താങ്ക് യു.